എന്താണ് കോടതിക്ക് അറിയേണ്ട കാര്യങ്ങൾ? അത് നമുക്കൊന്ന് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. ഇന്ന് കോടതി പറഞ്ഞ ചോദ്യങ്ങൾ ഇവയായിരുന്നു. 1, എവിടെയാണ് മരണ സർട്ടിഫിക്കറ്റ്? ഏതൊരാളും മരിച്ചാൽ ആ മരണത്തെ സർട്ടിഫൈ ചെയ്യുന്നത് അതാത് സ്ഥലങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ അത് സർട്ടിഫൈ ചെയ്യണമെങ്കിൽ നിലവിലുള്ള ചട്ടമനുസരിച്ച് അവിടെയുള്ള പ്രതിനിധികളുടെ പിന്തുണ വേണം. അവരത് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി എന്നുള്ളതിൻ്റെ വിവരങ്ങൾ ഉണ്ടാവണം. ആശുപത്രിയിൽ വെച്ചാണ് മരണമെങ്കിൽ അവിടെ നിന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. എന്നാൽ ഇവിടെ മരണവിവരം മറ്റൊരാളും മണിക്കൂറുകൾ അറിയാതെ പോയി എന്നുള്ളതാണ് സമാധിയിലെ ദുരൂഹത. സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആ മരണത്തെ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ് കോടതി ഇന്ന് പറഞ്ഞത്. അങ്ങനെ അസ്വാഭാവിക മരണമായി കണക്കാക്കിയാൽ അവിടെ അതിനുള്ള അധികാരം പോലീസിനായിരിക്കും. കല്ലറ പൊളിക്കാനും FIR ഇടാനുമുള്ള അധികാരം പോലീസിനുണ്ട്. പോലീസിന് തടയാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അന്വേഷണം തടയാൻ കഴിയില്ല എന്ന നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചു. വിശ്വാസത്തിൻ്റെ പ്രശ്നമാകുന്നത് സ്വാഭാവികമായ മരണമാവുകയും ആ സ്വാഭാവികമായ മരണം നടന്ന് അവിടെ ഒരു കല്ലറ പണിയുകയും ചെയ്താൽ ആ കല്ലറ പൊളിക്കുന്നത് സംബന്ധിച്ച് വേണമെങ്കിൽ കോടതിയോട് നിങ്ങൾക്ക് വിയോജിപ്പ് അറിയിക്കാം. തുറക്കുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗമായതുകൊണ്ട് എങ്ങനെ തടയാൻ കഴിയും എന്നാണ് കോടതി പ്രധാനമായും ചോദിച്ചത്. FIR ഈ കേസിൽ രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് അധികാരമുണ്ടെന്നും കോടതി പറഞ്ഞു. സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്നത് തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് കോടതി ആവർത്തിച്ചു പറഞ്ഞത്. അസ്വാഭാവിക മരണമാണ് എന്ന് കോടതി എത്തിച്ചേർന്നത് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്തിനാണ് ഭയം എന്ന് കോടതി ചോദിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ്. വിശ്വാസം എന്ന് പറയുമ്പോഴും മരണം രജിസ്റ്റർ ചെയ്തോ എന്നൊരു ചോദ്യമുണ്ട്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മരണങ്ങളും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എന്ന് കോടതി ഓർമ്മിപ്പിക്കുകയായിരുന്നു ആ ചോദ്യത്തിലൂടെ. ജനനവും മരണവും അതേത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും നമ്മുടെ നാട്ടിൽ നടന്നാൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു ചട്ടമാണ്. അതുണ്ടോ എന്ന ചോദ്യത്തിന് പക്ഷേ കുടുംബത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല.